ഇത് ഗൗരി നന്ദ. 3 വയസ്സു മുതൽ ഭരതനാട്യം പഠിച്ചു തുടങ്ങി. 3-ാം ക്ലാസ് മുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിനും കുച്ചിപ്പുടിക്കും എ ഗ്രേഡ് ലഭിച്ചിരുന്നു. RLV ശക്തികുമാറിന്റെ ശിക്ഷണത്തിലാണ് ഗൗരി നന്ദ നൃത്തം അഭ്യസിക്കുന്നത്. ഗൗരി നന്ദയുടെ അനുജത്തി ശ്രീനന്ദയും നൃത്തത്തിന്റെ വഴിയിൽ ചേച്ചിക്കൊപ്പമുണ്ട്. ഇത്തവണയും ഹൈസ്കൂൾ വിഭാഗത്തിൽ അനിയത്തി ജില്ല വരെ എത്തിയിരുന്നു. സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിലും തന്റെ മക്കളുടെ ചുവടുകൾക്ക് താളം തെറ്റാതിരിക്കാൻ അച്ഛൻ ഗോപാലകൃഷ്ണൻ നായരും അമ്മ മഞ്ജുവും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന അച്ഛന്റെ ഒറ്റ വരുമാനത്തിൽ കഴിയുന്ന കുടുംബത്തിന് മക്കളുടെ നൃത്ത പരിശീലനം ഒട്ടും ചെറിയ കാര്യമല്ല. കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിൽ മോഹിനിയാട്ടം മത്സരത്തിൽ ചേച്ചിയും അനുജത്തിയും ഉപയോഗിച്ചത് ഒരേ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ്. അന്ന് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗൗരി നന്ദയ്ക്കും UP വിഭാഗത്തിൽ ശ്രീനന്ദയ്ക്കും ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചിരുന്നു. ഗവൺമെന്റ് GHSS പാറശാലയിലെ +1 വിദ്യാർത്ഥിനിയാണ് ഗൗരി നന്ദ. മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഗൗരി നന്ദയെ പിന്തുണയ്ക്കുകയാണ് അവളുടെ അധ്യാപകരും. ഇന്ന് വഴുതക്കാട് വുമൻസ് കോളേജിലെ ഭരതനാട്യ വേദിയിൽ തന്റെ 5 അധ്യാപകരും അവൾക്കൊപ്പമുണ്ടായിരുന്നു. നൃത്തത്തിനൊപ്പം പഠനത്തിലും മറ്റ് കലാമേഖലകളിലും മിടുക്കിയാണെന്നാണ് അധ്യാപകർക്ക് ഗൗരി നന്ദയെക്കുറിച്ച് പറയാനുള്ളത്. ജില്ലയിൽ 3ഉം 4ഉം സ്ഥാനത്തെത്തിയ കുട്ടികൾക്ക് അപ്പീൽ കിട്ടിയിട്ടും സെക്കൻഡ് എ ഗ്രേഡ് നേടിയ ഗൗരി നന്ദയ്ക്ക് അപ്പീൽ ലഭിച്ചിരുന്നില്ല. ശേഷം കോടതി വഴി ഇടപെട്ടാണ് അപ്പീൽ നേടിയത്. ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും മികച്ച റിസൾട്ട് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗൗരി നന്ദയും ഒപ്പമുള്ള പ്രിയപ്പെട്ടവരും. ഇത്തവണത്തെ കലോത്സവ വേദി വിടുമ്പോൾ ഗൗരി നന്ദയ്ക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഭരതനാട്യം പോലുള്ള നൃത്ത മത്സരങ്ങൾക്കിറങ്ങുമ്പോൾ മത്സരാർത്ഥികൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ആഭരണങ്ങൾക്കുൾപ്പെടെ സ്കോറുകൾ ലഭിക്കുമ്പോൾ അതിനുവേണ്ടി ചെലവാകുന്നത് വലിയ തുകയാണ്. ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവരുടെ മക്കളുടെ കലോത്സവ സ്വപ്നങ്ങളാകും അവിടെ ഇല്ലാതാകുന്നത്. ഇത്രയേറെ മുതൽമുടക്കുകൾ ഇതിനുവേണ്ടി ചിലവാകുമ്പോൾ പഠനത്തിൽ എന്ന പോലെ കലയെയും കലാകാരനെയും പ്രോത്സാഹിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായം കൂടി സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ഗൗരി നന്ദ പറയുന്നത്.